ഇസ്രയേലും ഹമാസും തമ്മിലുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചയുടെ പുരോഗമനത്തിലാണ് ഇപ്പോൾ ഈജിപ്തിലും അതുപോലെ തന്നെ ഇസ്രയേലിലും വളരെ ശക്തമായ തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അമേരിക്കയിലെ പല വൈസ് പ്രസിഡന്റും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അതുപോലെ വിറ്റ്കോഫും കുഷ്നറുമൊക്കെ അവിടെ നിന്ന് നമുക്കറിയാം JD വാൻസ് അങ്ങോട്ട് പോകുമ്പോൾ മാർക്കോ റൂബിയോ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇസ്രയേലി നേതാക്കളെ പിന്തുടർന്നുകൊണ്ട് അവിടെ ചർച്ചകൾ ഈ ഗാസ സീസ് ഫയറിന്റെ പുരോഗമനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രയേലിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും അതിനെക്കുറിച്ച് ഇസ്രയേലിനെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ടാസ്ക് ആണ് ഇപ്പോൾ US നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഹമാസ് നേതാക്കളെ വിളിച്ചിരുത്തിക്കൊണ്ട് കൈറോയിലും വളരെ തിരക്കിട്ട ശക്തമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടക്ക് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഗസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ആന്റി ഹമാസ് മലീഷ്യകളെ, അതായത് ഹമാസിനെ പോലെ തന്നെയുള്ള ഒരു ഫോഴ്സിനെ, മലീഷ്യകളെ അവർക്ക് വേണ്ട എല്ലാ ആയുധങ്ങളും കൊടുത്തുകൊണ്ട് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രയേലിന്റെ IDF ചെയ്യേണ്ട ജോലി ഇത്തരം വെടിനിർത്തൽ സന്ദർഭങ്ങളിൽ ചെയ്യുവാൻ വേണ്ടി, ഗസയിലെ അവർക്കൊരു ഫോഴ്സായി നിൽക്കുവാൻ വേണ്ടി, ഹമാസിനെ ആക്രമിക്കുവാനും മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ മലീഷ്യകളെ നിർമ്മിച്ചിട്ടിട്ടാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സന്നദ്ധമായതും ഗസയിൽ നിന്ന് പകുതിയോളം പിന്മാറിയതും എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം 2007 മുതൽ ഗസ ഭരിക്കുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലാണെന്നുള്ളതാണ്. ഈ ഹമാസിന്റെ ആയുധങ്ങളും ഹമാസിന്റെ ഒരു സെറ്റപ്പും ഇസ്രയേലിനോട് അടുത്തു ചേർന്ന ഗസ ഹമാസിനെ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ആയുധങ്ങളുള്ള റോക്കറ്റുകളും മറ്റുമൊക്കെ ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഇത്തരത്തിലൊരു സംഘടന ഇസ്രയേലിന് ഇടക്കിടക്ക് അധിനിവേശം നടത്തുന്നതിൽ നിന്ന് അത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഹമാസിനെ നശിപ്പിക്കുകയും ഗസയെ ഇസ്രയേലിന്റെ പൂർണ്ണമായ കൺട്രോളിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടിയാണ് ഈ 2023 ഒക്ടോബർ 7 മുതൽ 2 വർഷത്തോളം ഇസ്രയേൽ അവിടെ യുദ്ധം ചെയ്തത്. എന്നാൽ ഹമാസിനെ നശിപ്പിക്കുവാൻ അവർക്ക് IDF-നെ വെച്ചുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കഴിയുകയുമില്ല എന്ന് IDF-ന്റെ മുതിർന്ന ചീഫ് നേതാവ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഇസ്രയേൽ ചെയ്ത പണി എന്ന് പറയുന്നത് ഈ ഹമാസിനെ നശിപ്പിക്കുവാൻ ഈ ഹമാസിനെ പോലെ തന്നെയുള്ള ഒരു മലീഷ്യകളെ അവിടെ നിർമ്മിക്കുകയും അങ്ങനെ കാലങ്ങളായി അല്ലെങ്കിൽ സമയമെടുത്തുകൊണ്ട് ഹമാസുമായി ഫൈറ്റ് ചെയ്ത് ഇവിടെ ഗസക്കുള്ളിൽ അരാജകത്വവും ഒരിക്കലും സമാധാനമില്ലായ്മയൊക്കെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട പണിയാണ് ഇപ്പോൾ ഇസ്രയേൽ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ദിവസം CNN പോലും ഇതിന്റെ വീഡിയോ ഷൂട്ടിങ്ങുകൾ എടുത്തുകൊണ്ട് ഇസ്രയേൽ ബാക്ക്ഡ് മലീഷ്യകൾ വാഹനങ്ങളിൽ ഗണ്ണുമായി റോന്ത് ചുറ്റുന്നതും മറ്റുമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചില പ്രദേശങ്ങൾ ഇവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ്. CNN-ഉം അതുപോലെ മറ്റു ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വീഡിയോ സഹിതം ഇത്തരത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. കാര്യമായും 2 സംഘടനകളാണ്. അതിൽ ഒന്ന് 2 മലീഷ്യകളിൽ ഒന്ന് പോപ്പുലർ ഫോഴ്സ് എന്ന് പറയുന്ന ഈ അബു ഷബാബ് 2023 ഒക്ടോബറിൽ ഇസ്രയേൽ ഗസയിലെ ജയിലിൽ ബോംബാക്രമണം നടത്തിയപ്പോൾ ജയില് തകർന്നുപോയി. ആ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന് ഇത്തരത്തിലൊരു മലീഷ്യയെ 2024 ഇസ്രയേലിന്റെ സഹായത്തോടുകൂടി നിർമ്മിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് കാര്യമായ ഒരു ഫോഴ്സ്. രണ്ടാമത്തെ ഒരു ഫോഴ്സ് കൗണ്ടർ ടെററിസം സ്ട്രൈക്ക് എന്ന് അറിയപ്പെടുന്ന CSF എന്ന് ഷോർട്ടായി അറിയപ്പെടുന്ന മറ്റൊരു ഇസ്രയേൽ ബാക്ക്ഡ് മലീഷ്യയാണ്. ഈ 2 മലീഷ്യകളും ഇപ്പോൾ അവർ ആയുധമേന്തി ഗസയിൽ റോന്തു ചുറ്റുകയും ഹമാസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. എന്നാൽ ഇവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തുകയും ഈ സീസ് ഫയറിന് ശേഷം തന്നെ ഇത്തരത്തിലുള്ള ചില ആളുകളെ പിടികൂടി നടു റോട്ടിൽ വെച്ച്
ഹമാസ് കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളതുമാണ്. എന്നാൽ അന്ന് ഹമാസ് അവിടെയുള്ള സാധാരണക്കാരെ പിടിക്കുന്നു എന്നും ഗസയിലെ സാധാരണ നിവാസികളെ പിടിച്ചുകൊണ്ട് പരസ്യമായി വധശിക്ഷ നടപ്പാക്കി ഈ തീവ്രവാദ സംഘടന എന്നൊക്കെ എഴുതിപ്പിടിപ്പിച്ച മാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഏതാനും ഒരാഴ്ചകൾക്ക് മുമ്പ് ഒരു ഹമാസ് നേതാവുമായി ദോഹയിൽ നിന്ന് CNN നടത്തിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്, അവരൊക്കെ വളരെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത കൊലപാതകികളാണെന്നും അവരെ ഞങ്ങൾക്ക് യുദ്ധം ഉള്ളതുകൊണ്ട് അന്ന് വധിക്കാൻ പറ്റിയില്ലെന്നും, എന്നാൽ പിന്നീട് ഇപ്പോൾ സീസ്ഫയർ നിലവിൽ വന്നപ്പോൾ അവരെ പിടികൂടി കുറ്റം നടപ്പാക്കി, അതായത് ശിക്ഷ നടപ്പാക്കുകയായിരുന്നു എന്നുമാണെന്ന് ഹമാസ് നേതാവ് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ജയിൽ ചാടിയ ജയിൽ പുള്ളികളാണ് ഇത്തരം മലീഷ്യകളെ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൃത്യമായി ശക്തമായും ഇസ്രയേലിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത്തരം മലീഷ്യയിലെ ആളുകളെയാണ് അന്ന് ഹമാസ് പിടികൂടി പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹുസാം അത്ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ രണ്ടാമത്തെ CSF എന്ന് പറയുന്ന മലീഷ്യക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നും അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ സീസ്ഫയർ വരുമ്പോൾ ഗസയിൽ അരാജകത്വം ഉണ്ടാകണമെന്നും ഹമാസുമായും നിരന്തരം ഏറ്റുമുട്ടുവാൻ ഇവിടെ മലീഷ്യകളെ സൃഷ്ടിക്കണമെന്നും അങ്ങനെ ഗസയെ എന്നേക്കുമായി ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അവിടെ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടുന്ന് പിന്മാറി എന്നൊക്കെ പറയുമ്പോഴും അവിടെ സമാധാനം ഉണ്ടാവാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ഇത്തരം മലീഷ്യകളെ നിർമ്മിച്ചിട്ടിട്ടാണ് ഈ ഇസ്രയേൽ അവിടുന്ന് പിന്മാറിയിട്ടുള്ളത്. അതുതന്നെ നമുക്കറിയാം, ഇത്തരം മലീഷ്യകളെ ഇസ്രയേലി ഫോഴ്സായ IDF അവർ ഏകദേശം ഗസയുടെ പകുതി ഭാഗത്തേക്ക് പിന്മാറിയിരിക്കുന്നു. നമുക്കറിയാം, അവർ പിന്മാറിയ സ്ഥലത്ത് നിന്ന് ഇത്തരം മലീഷ്യകൾക്ക് ആയുധവും സഹായവും ഒക്കെ കൊടുത്തുകൊണ്ട് അവർ തന്നെ ഇവരെ നയിക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഒരു വിഷയം 2025 ജൂണിൽ സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇത്തരത്തിൽ അവിടെ ഹമാസിനെ ആക്രമിക്കുന്ന ഫലസ്തീനികൾ ഉണ്ടെന്നും ഹമാസിനെതിരെ പോരാടുന്ന ആളുകളുണ്ടെന്നും അവർക്ക് ഇസ്രയേൽ സപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സൂചനകൾ അന്ന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് ഇത്തരം ഫോഴ്സുകളെ കുറിച്ചാണെന്ന് ഇപ്പോൾ വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാകുകയാണ്. ഇവരെയൊക്കെയും 2024 മുതൽ തന്നെ സന്നദ്ധമാക്കുവാൻ ഇസ്രയേൽ ശ്രമിച്ചു. ഏകദേശം ഒരു വർഷമായി ഇവർക്ക് ട്രെയിനിങ്ങും മറ്റുമൊക്കെ കൊടുത്ത് ഗസയിൽ പൂർണ്ണമായി വിന്യസിച്ചതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിൽ വെടിനിർത്തലിന് സന്നദ്ധമായത് എന്നും നമുക്ക് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവുകയാണ്. ഇവരെയൊക്കെ രാജ്യദ്രോഹികളായാണ് ഹമാസ് പിടികൂടുന്നത്. ഇവരെയൊക്കെ പിടികൂടാൻ പ്രത്യേക സെക്യൂരിറ്റി ഫോഴ്സിനെ തന്നെ ഹമാസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ചർച്ചകൾക്കൊക്കെ നടുവിൽ ഗസ സീസ്ഫയർ കരാർ ഇസ്രയേൽ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കുവാനും മറ്റുമൊക്കെ അമേരിക്കയുടെ 200ഓളം സൈനികർ ഇപ്പോൾ ഇസ്രയേലിൽ ഉണ്ട് എന്നാണ്. അവരെ മാർക്കോ റൂബിയോ തന്നെ നേരിട്ട് അവരുമായി ചർച്ച നടത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഫോട്ടോസ് കഴിഞ്ഞ ദിവസം ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ പുറത്തുവിട്ടു എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു അമേരിക്കൻ ഫോഴ്സ് ഇസ്രയേലിൽ വരുന്നുണ്ടെന്നും ഇസ്രയേലി IDFകൾ അവിടെ ഈ സീസ്ഫയർ കരാറിനെ ബഹുമാനിക്കാതെ ഇത് ലംഘനം നടത്തുന്നത് കൃത്യമായി നിരീക്ഷിക്കുവാനാണ് ഇവർ വരുന്നത് എന്നൊക്കെ നമ്മൾ തന്നെ സംസാരിച്ചിരുന്നു. അത്തരത്തിൽ 200ഓളം ഫോഴ്സുകൾ ഇസ്രയേലിൽ നിലവിലുണ്ട് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഗസയിൽ ഉടനീളം അമേരിക്കൻ ഡ്രോണുകൾ ഈ സീസ്ഫയറിനെ ഹമാസും മറ്റംഗങ്ങളുമൊക്കെ എത്തരത്തിൽ ബഹുമാനിക്കുന്നു, എന്താണ് വെടിനിർത്തലിന്റെ ഗസയിലെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഗസയെ നിരീക്ഷിക്കുവാൻ അമേരിക്കൻ ഡ്രോണുകൾ സദാ ഗസക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഈ ഒരു ഡ്രോൺ ദൗത്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ അമേരിക്കയോട് ചേരുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ അങ്ങനെയും വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് ഇനിയും തിരിച്ചു തരാത്ത മരണപ്പെട്ടു പോയ ഹോസ്റ്റേജസിന്റെ ബോഡികൾ തിരയാൻ ഈജിപ്ത് സംഘം ഹമാസുമായി സഹകരിച്ചുകൊണ്ട് ഗസയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്
ഏതായാലും ഇത്തരം മിലീഷ്യകളുടെ ഭാവി എന്താണെന്നും ഹമാസ് അവരെ എത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നും ഹമാസ് ആയുധം താഴെ വെക്കുമോ, അതുപോലെ മറ്റു ടെക്നോക്രാറ്റുകൾക്ക് വിദേശ സൈന്യത്തിന് ഗസ ഭരിക്കുവാൻ ഹമാസ് സമ്മതിച്ചു എന്നൊക്കെയുള്ള അനൗദ്യോഗികമായ വാർത്തകളും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു ഔദ്യോഗികത ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല എന്ന് മാത്രം. അതിനിടയ്ക്ക് പ്രേക്ഷകരോട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയാണ്. കാരണം ഇന്ന് മൈക്ക് ഉപയോഗിക്കാതെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് സൗണ്ട് എത്തരത്തിലാണ്, കൃത്യമായി നിങ്ങൾ കേൾക്കുന്നുണ്ടോ, നിങ്ങൾ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. നിങ്ങൾ അതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും വരും വീഡിയോകളിൽ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നറിയിച്ചുകൊണ്ട് തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.